ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ട്രാവലിംഗ് വീഡിയോ ആണ്. ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഗോൽക്കൊണ്ട കോട്ടയാണ്. ഉച്ചക്കത്തെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് ഇനി ഞങ്ങൾ പോകുന്നത് ഹുസൈൻ സാഗർ ലേക്ക് കാണാനായിട്ടാണ്. എൻട്രി ടിക്കറ്റും സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ കയറി ഇരുന്നു. ഈ തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈദരാബാദിലെ മനോഹരമായ ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഹുസൈൻ സാഗർ ലേക്ക്. 1562 ഹുസൈൻ ഷാ വാലി നിർമ്മിച്ച ഈ തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകങ്ങളിൽ ഒന്നാണ്. മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ ബുദ്ധപ്രതിമ, വൈകുന്നേരങ്ങളിലെ ലേസർ ഷോ, ബോട്ടിംഗ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ദിവസവും രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് ബോട്ടിംഗ് സമയം. തടാകത്തിൻ്റെ കരയിലെ ലുംബിനി പാർക്കിൽ നിന്ന് തടാകത്തിലൂടെ ബോട്ടിൽ യാത്ര ചെയ്തു വേണം ഈ പ്രതിമയ്ക്ക് അരികിലെത്താൻ. നിൽക്കുന്ന രൂപത്തിലുള്ള ബുദ്ധപ്രതിമകളിൽ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയാണ് ഇത്. ഹൃദയത്തിൻ്റെ ആകൃതിയിലാണ് ഹുസൈൻ സാഗർ തടാകം നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഏറ്റവും വലിയ നിർമ്മിതി ഇതാണ്. ലോക ടൂറിസം സംഘടന ലോകത്തിൻ്റെ ഹൃദയം എന്നാണ് ഈ തടാകത്തെ വിശേഷിപ്പിച്ചത്. ഇരട്ട നഗരങ്ങളായ ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ തടാകമാണ്. തടാകത്തിന് നടുവിലെ പാറയ്ക്ക് മുകളിലായി 1992 ഈ ബുദ്ധപ്രതിമ സ്ഥാപിച്ചത്. ഈ കരിങ്കൽ പ്രതിമയ്ക്ക് 450 ടൺ ഭാരമുണ്ട്. ഹുസൈൻ സാഗർ തടാകത്തിനോട് ചേർന്നാണ് പ്രശസ്തമായ ലുംബിനി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പൂന്തോട്ടങ്ങൾ, മ്യൂസിക്കൽ ഫൗണ്ടനുകൾ എന്നിവയും ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 6:30 മണിയായി. ഇനി ഞങ്ങൾ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഹൈദരാബാദിലെത്തിയിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഹോട്ടലിലേക്ക് വന്നത്. ഒരു ദിവസത്തെ യാത്ര മുഴുവനും കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് കയറി. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ഡബിൾ കോട്ട് കട്ടിലുണ്ട്, TV ഉണ്ട്, പിന്നെ ചായ തിളപ്പിക്കാനുള്ള കെറ്റിലുണ്ട്, ചായപ്പൊടി, പഞ്ചസാര, മിൽക്ക് പൗഡർ എല്ലാം ഉണ്ട്. ഇത് സൈഡിലുള്ള ഒരു കബോർഡാണ്. ഇതിൻ്റെ അകത്ത് ഹാങ്കറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ടോയ്ലറ്റ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതിനുശേഷം ഫ്രഷായി ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ബഫേ മോഡലാണ്. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലും ഇല്ല. ഞാൻ കൂടുതലും കഴിച്ചത് സാലഡാണ്. എനിക്കൊരു ഭക്ഷണവും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കും. എനിക്ക് ഹൈദരാബാദിലെത്തിയപ്പോൾ തന്നെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പനിയുടെ ഗുളിക എല്ലാ ദിവസവും കഴിച്ചാണ് ഞാൻ പിടിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും കഴിക്കാൻ പറ്റാഞ്ഞത്. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.